കമ്മ്യൂണിസ്റ്റുകാരന്റെ വെട്ടേറ്റ് കോൺഗ്രസ്സുകാരൻ മരിച്ചു എന്നല്ലേ മാധ്യമങ്ങൾ എഴുതുക? എന്തിനങ്ങനെ എഴുതണം? എന്തിന് നിങ്ങൾ അങ്ങനെ എഴുതണം? എന്താണ് അതിന്റെ എത്തിക്സ്? ഇവരെ തമ്മിലടിപ്പിക്കാൻ അല്ലേ? അത് അറിയിക്കാൻ വേണ്ടിട്ടല്ലോ. രാഘവന്റെ വെട്ടേറ്റ് രാമു മരിച്ചു എന്നല്ലേ എഴുതണ്ടത്? രാഷ്ട്രീയമുണ്ട് നിങ്ങൾക്ക്. അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തുകയും വേണം. ആളുകൾ അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാവുകയും വേണം. പ്രശ്നങ്ങളാണ് കൂടുതൽ ചർച്ച ചെയ്യാൻ താല്പര്യം. പ്രശ്നങ്ങളാണ് കൂടുതൽ വിറ്റുപോകുന്ന വാർത്ത. സത്യമല്ല. മാധ്യമങ്ങൾ പിടിച്ചു കൊടുത്ത ഒരു പ്രതിയെ കോടതി വെറുതെ വിട്ടു എന്നുള്ള രീതിയിലാണ് വാർത്ത. പ്രതി എന്ന് പിന്നെ പ്രയോഗിക്കുന്നത് എന്തിനാണ്? കോടതി വെറുതെ നിരപരാധിയായി വിട്ടു. കുറ്റവാളി എന്ന് പറഞ്ഞാൽ ശരിയാണ്. കുറ്റവാളി എന്നല്ല, നിരപരാധിയാണെന്ന് കോടതി വിട്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എഴുതേണ്ട കാര്യമില്ലല്ലോ. ആ പ്രതികളെ വെറുതെ വിട്ടു എന്നാ പറയുന്നത്. കോടതി വെറുതെ പ്രതികളെ എന്ന് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അത് കോടതി അല്ല. ആ കേസിൽ ഷൈൻ എങ്ങനെയാണ് പെട്ടുപോയത്? എങ്ങനെയാണ്? അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഇതിവിടെ കോടതിയുമല്ല. ഈ ഇടയ്ക്ക് വീണ്ടും ഒരു കേസിൽ അറസ്റ്റിലായിട്ടുള്ള തസ്ലീമ സുൽത്താന എന്ന സ്ത്രീ ആലപ്പുഴയിൽ എക്സൈസ് അറസ്റ്റ് ചെയ്ത സ്ത്രീയാണ്. അവർ പറഞ്ഞു, ഞാൻ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ലഹരി കൈമാറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതല്ലോ ഇത് ആരാണ് പറഞ്ഞത്? അവർ പറഞ്ഞു തസ്ലീമ. അപ്പൊ അവരോട് ചോദിക്കണം. അറ്റ്ലീസ്റ്റ് അവരോട് ചോദിക്കണില്ലെങ്കിൽ അവര് പറഞ്ഞ മൊഴി എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ, അവിടെ പോയി നോക്കണം. അത് പറഞ്ഞ കമ്മീഷണറുടെ വാർത്താ സമ്മേളനം ഞാൻ കണ്ടു. അതിൽ നമ്മുടെ പേരൊന്നും പറയുന്നില്ല പുള്ളി. ഇത് പറയുന്നത് ആരാ? മീഡിയ. 2.5 കോടിയുടെ കഞ്ചാവ് പിടിച്ചു. ഈ 2.5 കോടിയുടെ കഞ്ചാവ് ഇവർക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും വാർത്ത വന്നു, അതിനെന്തെങ്കിലും പ്രാധാന്യം വന്ന ഒരു സാധനം ഇല്ലാതെയാക്കണമെങ്കിൽ നമ്മൾ അങ്ങോട്ടാണ് അന്വേഷിച്ചുകൊണ്ടല്ലേ. യു പീപ്പിൾ നീഡ് ഓൺലി ദ വ്യൂസ് ആൻഡ് ദ കൂടുതൽ ആൾക്കാർ വായിക്കണം വാർത്ത, കൂടുതൽ സെല്ല് ചെയ്യണം, കൂടുതൽ ലാഭം ഉണ്ടാക്കണം. നഷ്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ലോ നിങ്ങൾ വാർത്തകൾ വിടുന്നത്. നിങ്ങളുടെ ചാനലിൽ കൂടുതൽ ആൾക്കാർ കാണാനും വ്യൂഷിപ്പ് കിട്ടാനും അല്ലേ? ഈ സമൂഹത്തിൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? അതോ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണോ? നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങളെയല്ല, മനസ്സിലായ? നിങ്ങളൊക്കെ നിയന്ത്രിക്കപ്പെടുന്ന ആളുകളാണ്. നിയന്ത്രിതാണ്, സ്വതന്ത്രനല്ല. ഒരു മാധ്യമ പ്രവർത്തകൻ എപ്പോഴും സ്വതന്ത്രനായി നിൽക്കാൻ പറ്റണം. ആ സ്വാതന്ത്ര്യം എന്തായാലും നമ്മുടെ നാട്ടിൽ കിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അവൻ സ്വന്തമായിട്ട് പത്രം തുടങ്ങേണ്ടി വരും. ഞങ്ങൾക്കിടയിലെ മോശക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചോളൂ. ഞാൻ ചൂണ്ടിക്കാണിക്കില്ല. ഞാൻ അത്ര മാന്യത കുറഞ്ഞ ഒരാളല്ല. നമ്മുടെ കൂടെ നമുക്കറിയാവുന്ന ആളുകൾ നമ്മൾ പേര് പറയില്ല. ഞാൻ അത്രയും മനുഷ്യത്വമായിട്ട് പെരുമാറില്ല. മനസ്സിലായ? അത്രയും മനുഷ്യത്വമായിട്ട് പെരുമാറില്ല. ഇപ്പൊ ഈ പറഞ്ഞ എല്ലാ കുറ്റവാളിമാരും ഈ കുറ്റം ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്നും പറഞ്ഞില്ല. ഇല്ല. അപ്പൊ നിങ്ങൾ എന്തിനു പറയുന്നു? പക്ഷേ എന്തിനു പറയുന്നു? നിങ്ങൾ അതെങ്ങനെ എല്ലാ മീഡിയ അതെങ്ങനെ പകർത്തിയിടുന്നു? വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഷൈൻ പറയുന്നത് ആ വാർത്തകൾ ആക്ച്വലി ഐ ആം നോട്ട് ഇൻട്രസ്റ്റഡ് ടു ടോക്ക് ടു യു ബിക്കോസ് യു ആർ നോട്ട് ലിസണിങ് what I want to say. ഇല്ല, ഞാൻ ലിസൺ ചെയ്യുന്നില്ല. പക്ഷെ അത് കാരണമല്ല ഞാൻ പറയുന്നത്. ആക്ച്വലി നിങ്ങൾ അതൊന്നും മാറുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നുമില്ല. കേൾക്കായിരിക്കും. No. കേൾക്കായിരിക്കും. I don't want to talk to you.